ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാളി കോഴിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇതിൽ കുറച്ചുകൂടെ എൻ്റെ സൗണ്ടിന് ക്വാളിറ്റി കാണും. കഴിഞ്ഞ വീഡിയോ എനിക്കൊരു ഒറ്റ സബ് കിട്ടി, നല്ല സപ്പോർട്ടായിരുന്നു. ഒരു സബ് ഫസ്റ്റ് വീഡിയോയിൽ കിട്ടിയില്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ സെക്കൻഡ് വീഡിയോ ഇട്ടായിരുന്നു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയാൻ മേല. അപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യുക. അത് നമ്മുടെ പഴയ ആർക്ക് ആണ്. അപ്പോൾ പഴയ ആർക്കിൻ്റെ വീഡിയോയും കാര്യങ്ങളും ആണ് ആ ഒരു വീഡിയോയുടെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പഴയ ആർക്കിൻ്റെ അകത്തെ വീഡിയോയും കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞാൽ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്ത് പറയാനായിരിക്കും, വട്ടായിപ്പോയി. എന്തായാലും നമ്മൾ കണ്ട് ഇവിടെയാണ് സ്പോണായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയതായിട്ട് മൊബൈലിൽ ഇറങ്ങിയേക്കുന്ന ആർക്ക് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ ഈ ഒരു ഇതിലായിരിക്കും ഞാൻ അത് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതിരിക്കും, കുറച്ചുകൂടെ ഒന്ന് ക്വാളിറ്റി കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റിന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സാധനങ്ങളൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. എല്ലാം നമുക്ക് എടുത്ത് വെച്ചേക്കാം. കുറച്ച് പണിയുണ്ട് ഗയ്സ്. ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വുഡും താച്ചുമൊക്കെ ഒന്ന് വെട്ടണം. കുറച്ച് സാധനങ്ങൾ പണിയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെതാണ് ലോഗ്ഡ്. നൈസ്. നെക്സ്റ്റ് ലോഗിൻ റിവാർഡിൻ 80. ഓക്കെ, നൈസ്. ഗൈസ്, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. കണ്ണാടി അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. ഒരെണ്ണം നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ ഒരു മരം അടിച്ച് തീർത്തേക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് അതെടുത്ത് ഇൻവെൻട്രിയിലോട്ട് ഇടാം. ഇൻവെൻട്രി അല്ല, ഹാൻഡിൽ പിടിക്കാം. ഹാൻഡിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് ബൂം ബൂം ആനിമേഷൻ കണ്ടുവിടാം ഗൈസ്. റെഡി 1 2 3 ബീജിയം കിട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ മരം അങ്ങ് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ വേണം. അതുകൊണ്ട് നമ്മൾ ഈ മരവും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ലെവലപ്പ് വന്നിട്ടുണ്ട്. ക്രാഫ്റ്റിങ്ങിൽ പോവുക. ക്രാഫ്റ്റിംഗ് ഇല്ല, നമ്മുടെ ലെവലപ്പ് വരുന്ന സ്ഥലത്തോട്ട്. അടുത്ത ലെവലപ്പ് വന്നിട്ടില്ലേ? ഇവിടെ കൂട്ടി കൊടുക്കാതെ നമ്മൾ ലെവലപ്പ് ആകത്തില്ലല്ലേ, മറന്നു പോയി. നമുക്ക് സ്പീർ വേണം, പിന്നെ എനിക്ക് തൊപ്പി വേണം, കാച്ചിട്ട വേണം. ഇതിനുള്ള ഇല്ല. ഓക്കെ, എന്തായാലും ഇത് നമുക്കങ്ങ് വെട്ടിയെടുത്തേക്കാം. നമുക്ക് എന്തായാലും ക്രാഫ്റ്റിങ്ങിൽ പോയിട്ടുണ്ട്. ഇനി ഇതിനെന്നാ വേണ്ടത്? ഒരു പാറ വേണം ഗൈസ്. അത് ആ കിടക്കുന്ന പാറയല്ലേ, ആ പാറ പോയി വെട്ടാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്. നിങ്ങൾക്ക് പിന്നെ ലെവലപ്പ് ആകാൻ വേണ്ടി ഞാൻ പരിപാടി, നിങ്ങൾ ഫസ്റ്റ് ഇത് കണ്ടില്ലല്ലേ ഗൈസ്, ഞാൻ മറന്നുപോയി. ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാം ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ സ്പോൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലെവലപ്പ് ആകാനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഡയറക്റ്റ് നേരെ ഇങ്ങോട്ട് വരിക. അതിന് ശേഷം ഈ കല്ലൊന്നും പെറുക്കണ്ട, ഈ മരമൊന്നും വെട്ടണ്ട. നിങ്ങൾ ചെറിയൊരിത് എന്നാ കുറച്ച് ലെവലപ്പ് ആവുക. ഇത് ഞാൻ പിടിച്ചിരിക്കാനുള്ള അത്ര ലെവലപ്പ് ആവുക. അതിനുശേഷം നടി കാണുന്ന പൊളിഞ്ഞ വീഡിയോ കൊണ്ട് ഇവിടുന്ന് കാണും. നമ്മൾ സ്പോൺ ഉണ്ട് അവിടെ ആയിരിക്കുന്നുണ്ട്, അവിടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെയാണ് വരുന്നത്. ഇവിടെ കഴിച്ച് നിങ്ങൾക്ക് നോട്ട് എടുക്കുന്ന കാണാം. നോട്ട് ഈ ഒരു അൾട്ടിമേറ്റിൻ്റെ അകത്ത് നമുക്ക് നോട്ട് ഇത്ര ഇതിൽ അൺലോക്ക് ആക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ വന്ന് വെറുതെ നിന്ന് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. അങ്ങനെയുണ്ട്. ലെവലിൻ്റെ അടിസ്ഥാനമില്ല, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ ഇത് വന്ന് അൺലോക്ക് ആക്കാം. ഞാൻ 2 വെയിറ്റിനും ബാക്കി മൂവ്മെൻറ്റ് സ്പീഡിനും 2 കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാമിന ഓക്കെ. അപ്പോൾ എനിക്ക് നല്ലോണം അൺലോക്ക് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാമായിരിക്കും. ഇത്ര ഒറ്റയടിക്കാണ് ഗൈസ് ഞാനിവിടം വരെ എത്തിയത്. കണ്ടേ, പാരസർ സാഡിൽ വരെ ആയി. പിന്നെ എളുപ്പത്തിലല്ലേ. ഇതാണ് ഗൈസ് പവറല്ലേ, പവർ. സൈ ഗ്ലാസ്, സ്റ്റാൻഡിങ് ടോർച്ച്, പിന്നെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അതുണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ചെറിയ പണിയുണ്ട്. ഇനി അടുത്ത ഇതുകൊണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് 3 ലെവലപ്പ് എടുക്കാൻ പറ്റും. വെള്ളം ഇല്ലെന്ന്. വെള്ളം കുടിക്കാൻ താഴെ വരെ പോകണം, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വെള്ളം കുടിക്കണമെങ്കിൽ താഴെ വരെ പോകാതെ പറ്റത്തില്ല. അതായത് ഞാൻ സ്പീഡും കാര്യങ്ങളും കൂട്ടി കൊടുക്കുന്നത് എനിക്ക് പെട്ടെന്ന് പോകാം. നിങ്ങൾ സ്പീഡും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് കൂട്ടി കൊടുക്കണം. ഓക്കെ, വെള്ളം കുടിച്ച് ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണ്ടി ഈ കാട് വഴിയാണെങ്കിൽ കയറി പൊക്കോ, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കഴിഞ്ഞ മറ്റേ ഇതില്ലേ, അതിൻ്റെ അകത്ത് നമ്മൾ ഈ സ്ഥലത്ത് തന്നെയാണ് സ്പോൺ ആയത്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ ആ പാറ ഉണ്ടോ, ആ പാറ എന്ത് ഇതെന്നതാ, ആ പാറയുടെ അവിടെയായിട്ടാണ് നമ്മുടെ ക്യാമ്പ് ഫയറും കഴിഞ്ഞ് സെറ്റാക്കിയത്.
അവിടെ നിന്നാണ് നമ്മൾ ഇതായത്. പിന്നെ നിങ്ങൾ ഈ ഇടയ്ക്ക് വരുന്ന സൗണ്ട് നിങ്ങൾ നോക്കണ്ട, അത് ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, അടുത്ത ലെവലപ്പ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ലെവലപ്പാണ്. മൈൽഡ് ഡാമേജ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ലോക്കാക്കാനുണ്ടോ? ഗൈസ്, ബോ വന്നിട്ടുണ്ട്. ഓക്കെ, ആരോയും വന്നിട്ടുണ്ട്. ഗൈസ്, നാർക്കോട്ടിക് വന്നിട്ടുണ്ട്. സിമ്പിൾ ബെഡൊക്കെ ഇല്ല, സിമ്പിൾ ബെഡൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ഫ്ലിൻറ്റ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഫ്ലിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഗൈസ് നിങ്ങൾ ഇതുണ്ടാക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ടായിക്കോ. എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബെറീസൊക്കെ പെറുക്കുമല്ലോ. ഈ ജീവിനെയാണ് ഫസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്ന സാഡിൽ. അത് വെച്ച് ഈ ജീവിനെ ഏറ്റെടുത്തു. ഞാൻ കുറേ തപ്പിയായിരുന്നു, ഇത് ഏത് സാഡില്ല, ആർക്കുള്ള സാഡിലാണ്. എനിക്ക് നല്ല ഫിയോമിയ സാഡിൽ, ആ സാധനം നമുക്ക് ഫസ്റ്റ് അൺലോക്ക് ആകുന്ന ആദ്യത്തെ സാഡിലാണ് അത്. വേണ്ട, പിന്നെയും വെള്ളം. ഈ വെള്ളം ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ വാട്ടർ സ്കിന്നും കാര്യങ്ങളും എടുക്കുന്നത് ഉചിതമാണെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ആ ഒരു നോട്ട് കാണിച്ചിട്ട് വെള്ളം എടുക്കാം. ഞാൻ നോട്ട് കാണിച്ചു തരാം. ഡയറക്റ്റ് അവിടുന്ന് നമ്മൾ താഴേന്ന് കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ്ട് ഇവിടെ വരിക. ഇത് ഞാൻ ഈ യൂട്യൂബറിൻ്റെ വീഡിയോയിൽ കണ്ടതാണ്. ജസ്റ്റ് കണ്ട് ഇവിടെ വരിക, ഇതിന് ശേഷം ഒക്കത്തൊന്ന് ചാടി കയറുക. ഓക്കെ, ഈ വെള്ളത്തിന് സൈഡിലായിട്ട് നിങ്ങളിങ്ങനെ നോക്കി നടക്കുക. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്കൊരു സാധനം കാണാൻ പറ്റും. ഗൈസ്, ഇത് കണ്ടോ? തട്ട് വരിക. ഇതാണ് അടുത്ത നോട്ട്, കണ്ടോ? ഉറപ്പായിട്ടുണ്ട്. വേഗം പോട്ടെ. ബിരിയാണി വല്ലതും ഉണ്ടെങ്കിൽ പണി കിട്ടും. വന്ന ഒരൊറ്റ അടിയായിരിക്കും. ഗൈസ്, രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ആ ലെവലപ്പോടെ ചെയ്തേക്കാം. നിങ്ങൾ കണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ പൊക്കത്തായിട്ടാണ് നമ്മളതും വെയിറ്റ്. നമ്മൾ 150 ആക്കിയിട്ടുണ്ട് വെയിറ്റ്. ഇനി എനിക്ക് വാട്ടറല്ല വേണ്ടത്, സ്റ്റാമിന, ഹെൽത്ത് 100, സ്റ്റാമിന 120, മൈൽഡ് ഡാമേജ് സ്പീഡ് ഇത്തിരി കൂട്ടി കൊടുക്കാം. പിന്നെ ഹെൽത്ത്, സ്റ്റാമിന, പിന്നെ വെയിറ്റൊക്കെ കൂട്ടി കൊടുത്തേക്കാം. വെയിറ്റിന് മാക്സിമം ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ പാറ കണ്ടോ, ഈ പാറയൊക്കെ കയറണം. മസ്റ്റാണ് ഈ പാറ കാണേണ്ടത്. പാറ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ചാകാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം ചാകാൻ സാധ്യതയുള്ള സ്ഥലമാണിത്. ഇപ്പം നമുക്ക് ഇൻവെർട്ടറിയുടെ സാധനമൊക്കെ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ നിങ്ങളുടെ ഇതിൽ കിട്ടുമായിരിക്കും. കണ്ണാടി അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട്, എൻ്റെ ടോർച്ചിൻ്റെ സ്കിന്നാണ് ഗൈസ്, ഇതിന് സ്കിന്ന് കിട്ടും. ഇപ്പോൾ എൻ്റെ ടോർച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് കണ്ടു, പൂക്കുത്തിരി കത്തിച്ച പോലെ. ഇതാണ് ഗൈസ്, എനിക്കതൊക്കെ ഇഷ്ടമാണ്. നല്ല രസമല്ലേ ചുമ്മാ ഇങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ. ഗൈസ്, എന്തായാലും ഫുഡിൻ്റെ കാര്യം എനിക്ക് വേണം, കാരണം ഫുഡ് ലോയാണ്. ഫുഡ് ചെയ്യണം. ഇപ്പം എങ്ങനെ പൊക്കത്തോട് കയറുന്നു ഗൈസ്, ഇവിടെ നടക്കത്തില്ല. അയ്യോ 1 2 3 അയ്യോ നടന്നില്ല ഗൈസ്. ഈ വെള്ളം വരെ നമുക്ക് പോകാം. അയ്യോ ഇവിടെ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ നിങ്ങൾ ചാകാനുള്ള സർവ്വ സാധ്യതയുണ്ട്, കാരണം ഇവിടെ കുറേ ജന്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു മൈനേറിയ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീപ്പടിയായിട്ടൊരു കെട്ടിടമുണ്ട്. നമ്മൾ അവിടെ വീഴുന്നവരാണ് ഇവിടം വരെ വരിക. ഇതന്നെ ഇവിടെയായിട്ട് ഒരു ഇതിരിപ്പുണ്ട്. ഇതും ജസ്റ്റ് തുറക്കുക. അതിനുശേഷം നിങ്ങൾ ജീവനം കൊണ്ട് ഓടുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഇപ്പം കിട്ടുന്നത് നിങ്ങൾ മൂവ്മെൻറ്റ് സ്പീഡിനും സ്റ്റാമിനയ്ക്കും കൊടുക്കുക. 27 ആയിട്ടുണ്ട് എൻ്റെ ലെവലും കാര്യങ്ങളും. ഇത് നിറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. സ്പിയർ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സ്പിയറിന് തന്നെ വേണം ഫൈബർ. ഒരൊറ്റ ഓട്ടത്തിന് നമുക്ക് ആ മലയുടെ പൊക്കത്ത് വരണം.
ഇതിൽ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. മലയുടെ പൊക്കത്ത് കയറിയിട്ട് കാണാം. മേയോ സ്പൈനോയ് എൻ്റെ പൊന്നെ ഇവിടെയെല്ലാം ഉണ്ടല്ലോ പൈസ. എന്നിട്ട് കണ്ട് നിങ്ങളിവിടെ വരണം. ഇവിടെ വന്നതിന് ശേഷം അടുത്ത ലെവലപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ പൊക്കത്ത് കയറണം. നമ്മൾ നേരത്തെ ലെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് താഴോട്ട് ചാടിയിട്ടോ കേട്ടോ, നിങ്ങളാരും മറക്കണ്ട. പിന്നെ ഇവിടെ നമുക്ക് ഫുഡിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് നിങ്ങൾ വഴി കാണുന്ന എല്ലാ ബെറിയും പറിച്ചു. കാരണം നമുക്ക് നല്ലോണം ഫുഡിൻ്റെ അത്യാവശ്യം വരും. പെട്ടെന്ന് ലെവലപ്പ് ആകണ്ടാവില്ലേ, അതുകൊണ്ട് ഫുഡിൻ്റെ അത്യാവശ്യം വരും. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളും എടുക്കട്ടെ. അയ്യോ ഒന്ന് വേഗം എടുക്കേട്ടാ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ലെവലപ്പ് വന്നിട്ടുണ്ട്. മൈൽ ഡാമേജ് കൂട്ടി കൊടുക്കാം. ഓക്കെ. ഓ ഗൈസ്, ചെറിയൊരു ലാഗും കാര്യങ്ങളും വന്നു കാണും, പേടിക്കണ്ട. നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ ചാടിയത്. കണ്ട ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ താഴെ ചാടിയത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തിൻ്റെ പൊക്കത്ത് വരിക. കണ്ടോ, ഇവിടുന്ന് വന്നിട്ട് ഇതിൻ്റെ പൊക്കത്ത് വലിഞ്ഞ് ചാടുക. എന്നിട്ട് കണ്ട ആ കാണുന്ന ഇത് കണ്ടോ, അതിലോട്ടാണ് നിങ്ങൾക്ക് ചാണ്ട്. ഞാൻ ചാടി. കണ്ടോ, നിങ്ങളെപ്പോൾ ഈ ഒരു ജമ്പിങ് ബട്ടൺ ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ക്ലൈം ചെയ്യണം. ക്ലൈം ചെയ്ത് കയറണം. പണിയാണ്. അപ്പോൾ ജസ്റ്റ് മിസ്സിന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഗൈസ് ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. ഓ കയറാം. ക്ലൈംബ് ചെയ്തതിന് ശേഷം വേണ്ട വാട്ടർ, കുറച്ച് ഫുഡ് കഴിക്കാം. ഗൈസ് ഫുഡ് മാക്സിമം കഴിച്ചു വെച്ചോ, ആവശ്യം വരും. വാട്ടറാണ് വിഷയം. വാട്ടർ നിങ്ങൾ കണക്കാക്കണ്ട. നേരത്തെ കണ്ട ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വരിക. കണ്ട് ഇങ്ങനെ വരിക. അതിനുശേഷം കണ്ട് ഇവിടെ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഒരു സാധനം കാണുന്നതായിരിക്കും. നമ്മുടെ സ്പൂണിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് വേണമെങ്കിൽ തുറക്കാം. ഓക്കെ, ഇത്രയും ലെവലപ്പേ ഞാൻ പറഞ്ഞു തരുള്ളൂ. ഇനി അങ്ങോട്ട് ലെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം കഴിയട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി ലെവലപ്പും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പം നമ്മൾ സ്റ്റാമിന ഹെൽത്ത് ഒക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അയ്യോ ഗൈസ് ചത്തു. ഗൈസ് നമ്മൾ ചത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇവിടെ തന്നെ ഒന്നുകൂടെ സ്പോണാകാൻ പോവാണ്. ഓ വേണ്ട. ഓക്കെ, ബൈ വലിയ ടൈം ആയിട്ടില്ല ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ സാധനമൊക്കെ എന്നത്, ഇതൊക്കെ എന്നത് അമ്മേ ഓടിക്കോ, ഓടറാ എന്നാ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നല്ല സ്പീഡുണ്ട് അതിന്. ഉമ്മ എന്തായാലും നമ്മളെ പടച്ച് വിടുന്നുണ്ട്. ഫുൾ സാധനങ്ങളും പെറുക്കിയേക്കാം. ഈ സാധനം അവിടെ ഇരക്കത് ഇങ്ങോട്ടേക്ക് തന്നെ നല്ല സ്പീഡ് ഇട്ടേക്കാം. അമ്മേ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഫോൺ ട്രാൻസ്ഫർ ചെയ്ത് എന്നിട്ട് നമ്മൾ പൊടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മീറ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഇഷ്യൂ ഉണ്ടാകത്തില്ല. നമുക്ക് വേണ്ടി ഈ കാട്ടിലോട്ട് നിങ്ങൾ ഓടിച്ചെടുക്കും. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കാട്ടിലോട്ട് ഓടിച്ചെടുക്കണം. ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. എനിക്ക് സ്റ്റാമിനയും ഇത് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ മണ്ടത്തരം കാണിക്കരുത്. ഉള്ള വെയിറ്റും ഇതുമെല്ലാം വെയിറ്റാണ് കൂട്ടി കൊടുക്കേണ്ടത്. ബട്ട് ഒത്തിരി വെയിറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. വാട്ടർ ഇതൊരു വലിയ പ്രശ്നമാണ്. വെള്ളം എന്തെല്ലാം കൈ പെട്ടെന്ന് മൂടി അങ്ങോട്ട് ചെല്ലട്ടെ. എനിക്കിനി വെള്ളം കാരണം മരിച്ചെന്ന് പറയും. വെള്ളം കാരണം മരിക്കാൻ എനിക്ക് വയ്യ ഗൈസ്. നമ്മൾ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടാണ് സ്പോണായത്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ്
അതിനായി നമ്മൾ പോകുന്നു ഗൈസ്. കുറേ ലെവൽ അൺലോക്ക് ആയി കണ്ടാ കേട്ടാ. ഒരൊറ്റടിക്കാൻ 33 ലെവലാണ് അൺലോക്ക് ആയത്. ലാൻസ് അങ്ങനെ കുറേ അൺലോക്കായി. എനിക്കിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സ്കിൻ ആവശ്യമുണ്ട് ഗൈസ്. വാട്ടർ സ്കിൻ നിനക്ക് വേണം ഗൈസ്. വാട്ടർ സ്കിൻ ഗൈസ്. ഹൈഡ് വേണം. ഹൈഡിനായി ഞാൻ ഇവിടെ ഏതോ ഒരു ജന്തുവിനെ കണ്ടായിരുന്നു പോകുന്ന സമയത്ത് ഗൈസ്. ഇവിടെ എങ്ങാണ്ടായിട്ട് ജന്തുവുണ്ട് ഗൈസ്. ഡോഡോനെ ഒന്നും കാണാനില്ലല്ലോ. ഡോഡോയൊക്കെ ഈ കാട്ടിൽ കാണണ്ട. കുറച്ചുകൂടെ വെള്ളം കുടിച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഹൈഡ് ഒപ്പിച്ച് വാട്ടർ ബാഗും കാര്യങ്ങളും ശരിയാക്കണം. ഇത്ര ഓടി വരിക. എന്നിട്ട് ഈ കാട്ടിലോട്ട് കയറുക. കണ്ടോ ഈ കുറ്റിക്കാട്. ഇതോടെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പാവങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ ഡെവലപ്പാകാൻ വേണ്ടി നമ്മൾ ഇത്ര സഹായിക്കുന്നു. അപ്പം നിങ്ങൾ നമ്മൾക്ക് സഹായമൊക്കെ ചെയ്യണം. ഇവിടെ എവിടെയാണെന്ന് എനിക്ക് കൃത്യം അറിയാൻ മേല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്കിവിടെ കൃത്യം എവിടെയായിട്ടാണ്. ഗൈസ് കിട്ടി. വേണ്ടേ. അയ്യോ അമ്മേ എന്നാലാകാം ഗൈസ്. ആ സ്പൂണിൽ നിന്ന് ഈ കാട് വഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശില കാണും. ഇപ്പം ചെറിയ ലാഗും കാര്യങ്ങളും വന്നേക്കുവാണ്. ഓക്കെ, നമ്മളങ്ങനെ അത് തുറന്നിട്ടുണ്ട് ഗൈസ്. വായിക്കരുത് കേട്ടല്ലോ. വായിക്കണ്ട ശരി. എന്നിട്ട് ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടുക. ഗൈസ് ഉണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ഇഷ്യൂ. ആമയുള്ളതുകൊണ്ട് ഇവിടെ ആരും ഇല്ലായിരിക്കും. അല്ലെങ്കിൽ ആമ ഇല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ജന്തുവൊക്കെ ആമേനെ കൊന്ന് കാണും. ഓക്കെ, നമ്മളെന്തായാലും വെള്ളം സെറ്റാക്കിയിട്ടുണ്ട്. ഗൈസ് ഇനി ഫുഡിൻ്റെ കാര്യം നമുക്ക് സെറ്റപ്പ് ആക്കാം. ഹൈഡ് വേണം. ഹൈഡിനായി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതിനായി നമുക്ക് ആദ്യമേ നമ്മുടെ തൊപ്പി വേണം. തൊപ്പി ഉടുപ്പ്. ഭയങ്കര പയ്യാണ് പോകുന്നത്. അത്യാവശ്യം ലാഗും കാര്യങ്ങളും അടിക്കുന്നുണ്ട് ഗൈസ്. ക്ഷമിക്കണം. ഇതെന്താ പറ്റിയെന്നറിയാൻ മേല. അത്യാവശ്യം നമ്മൾ പവറിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തന്നെ ഇത്ര ലാഗെന്ന് എനിക്കറിയാൻ മേല. എന്തായാലും ഞാൻ പ്രോ ഗെയിമർ മോഡ് ഈ ഫോണിലുണ്ട്. അത് നമ്മൾ ഓണാക്കിയിട്ടേ ഇല്ല. അവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ഇവിടെ ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ നമ്മളപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കുന്നുണ്ട്. എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുപ്പിനായി. ഉടുപ്പിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം കട്ടപ്പുകയാണ് മകനെ. എൻ്റെ ഉടുപ്പ് ഇതുണ്ടാക്കണമായിരുന്നു. എന്തായാലും നമ്മൾ ഈ സാധനം എച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറ്റി. ഓക്കെ, ഒപ്പനാകാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കോ. ഇത്ര ആയില്ലേ. ഇനി എണ്ണ എണ്ണയെന്നറിയാവോ. ഈ കണ്ണാടി ഇല്ലേ, ഈ കണ്ണാടി നേരെ എടുത്ത് ഇതിൻ്റെ പക്കത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആരാന്ന്. കണ്ടോ കണ്ണാടി വെച്ച അപ്പൂപ്പൻ. അല്ലല്ലേ. ക്ലിയർ ടോഗിൾ നെയിംസ് 3rd person. ഇവനാണ് ഞാൻ. കണ്ടോ ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് മരവും കാര്യങ്ങളും വെട്ടാം. ഗൈസ് അപ്പം നമുക്ക് മരവും കാര്യങ്ങളും വെട്ടണമെങ്കിൽ മരം വേണം. മരമല്ല, നമുക്ക് കോടാലി വെച്ച് വെട്ടാം. 41 മരവും കുറച്ച് താറ്റും നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. 46 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലുള്ള മരങ്ങളൊക്കെ നിങ്ങൾ വെട്ടി എടുക്കുക. ശേഷം എന്തെങ്കിലും ഇത് കൊള്ളാലോ ഗൈസ്. ടെക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ടെക്ക് ടൈപ്പ് സാധനങ്ങളെല്ലാം അങ്ങനത്തെ കളറിലല്ല. ഏകദേശം റോബോട്ട് പോലൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ കണ്ടിട്ട് ഞാൻ സാധനത്തിനെ കണ്ടു. പാച്ചിയുടെ സാധ്യത എന്നൊക്കെ വേണം.
പാച്ചി 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 പാച്ചിയുടെ സാഡിലിന് ഓക്കെ ഗൈസ്. ഹൈഡ് കുറച്ച് കൂടുതലാണ്. ഇവിടെ നടത്താൻ പാച്ചുകളാണ് അതേ. ഗൈസ് എന്തായാലും നമ്മുടെ പുതിയ ലെവലപ്പും കാര്യം വന്നിട്ടുണ്ട്. അതെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ദൂരത്തേക്ക് മാറാം. ഗൈസ് എല്ലാം വഴിയിൽ നിന്ന് പുറകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഈ കാട് വഴിയൊക്കെ കയറുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തു പോകുന്നത്. ഗൈസ് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ അയ്യോ ഗൈസ് അതെന്നത് ഞാൻ കണ്ടത് ഇവിടെ ഓ ഗൈസ് ഇങ്ങനെ എടുത്ത ഇവിടെയുണ്ട്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ മൊത്തം തെറി കൂട്ടങ്ങളാണ്. റാപ്റ്ററുണ്ട്. അമ്മേ ഗൈസ് റാപ്റ്റർ നമ്മുടെ പുറകെ റാപ്റ്റർ. ഗൈസ് നമ്മൾ സ്പീഡ് കൂട്ടി എന്തായാലും നന്നായി. ഗൈസ് നല്ല സ്പീഡ് നമ്മൾ ഓടുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാതിരിക്കും. ഞാനിപ്പം ഉറാൻ കണ്ടം കിട്ട പോലെയാണ് ഓടുന്നത്. നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം, അതിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഓടുന്നത്. ഓക്കെ, എന്തായാലും തുറമുഖത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. തുറമുഖത്തിൽ ഗൈസ് നമുക്ക് തുറമുഖത്തിലാണോ വീട് വെക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ പറയണം. അത് അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഇത്രയൊക്കെ മതിയില്ലേ ഗൈസ്? നമ്മൾ സ്പോണിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഗൈസ് അയ്യോ അമ്മേ അതെന്നാണ് ഗൈസ്? എന്നാലും എൻ്റെ പറയുന്നുണ്ട് ഇതെന്നാണ് ഗൈസ്? റാപ്റ്റർ ഗൈസ്, ടെക്ക് റാപ്റ്റർ ഇവിടെയുണ്ട്. 21 ലെവൽ ഗൈസ്. ഇവനെ പിടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ചത്തിരിക്കുന്നു. ടാറ്റ ബൈ ബൈ ഗൈസ്.